ഇതാ കണ്ണൻ്റെ അയൺ ചെയ്ത് വെച്ച ഡ്രസ്സൊക്കെ ബാഗിലേക്ക് വെക്കാം, ഞാനും കണ്ണനും കൂടെ. കണ്ണൻ നവരാത്രിൻ്റെ ലീവ് കഴിഞ്ഞ് നാളെ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്ന അയൺ ചെയ്ത് വെച്ച് കൊടുത്താൽ പിന്നെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ക്ലാസ്സിനൊക്കെ തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് മോനെ അവിടെ ലോണ്ടറിക്കൊന്നും കൊടുക്കുന്നില്ല, മോനെ ഒറ്റയ്ക്ക് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇത് കുറേ ദിവസത്തേക്ക് പിന്നെ അവനൊരു ആശ്വാസമാവുമല്ലോ. അപ്പം ഇത് ഇട്ട് കഴിയുമ്പോൾ പിന്നെ ആൾ അവിടെ നിന്ന് തന്നെ അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് എല്ലാ പണി അങ്ങ് ചെയ്ത് തീർത്തോളും. ലോണ്ടറിക്ക് കൊടുക്കുന്നതിനോട് അവനും വലിയ താല്പര്യമില്ല, എനിക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അവൻ തന്നെ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കട്ടല്ലേ മക്കളൊക്കെ. നമ്മളടുത്ത് വരുന്ന സമയത്ത് നമ്മൾ അതേപോലെ ചെയ്തു കൊടുക്കും, അല്ലാത്ത സമയത്ത് അവർ അതേപോലെ ചെയ്യട്ടെ അല്ലേ. അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂലേ. ഇതാ ബെഡ്ഷീറ്റ് വെച്ചു. പിന്നെ ഇതാ വീട്ടിൽ ഹോസ്റ്റലിൽ ഇടുന്ന ഡെയിലി വെയർ ആയിട്ടുള്ളതുണ്ടല്ലോ, കോളേജിൽ പോകുമ്പോൾ ഇടാത്ത ഇതാ അതൊക്കെയാണ്. ഈ ഷോർട്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഷോർട്സും ഇതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേ ദിവസത്തേക്ക് അവനൊരു ആശ്വാസമായിരിക്കും. ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഇതാ തോർത്ത്. ഇനി വേറെ ഒന്നും മറന്നുപോയില്ലല്ലോ? ഓർമ്മയിലൊന്നുമില്ല, ഓർമ്മയിൽ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നാളെ ഓർമ്മ ഇന്നറൊക്കെ കവറിലേക്ക് ആക്കിയിട്ട് വെക്കാം. മറ്റേത് അതിൻ്റെ ഇടയിൽ അല്ല വേണ്ട, ആ കവറിൽ ആ സാധനങ്ങളെല്ലാം വെച്ചോ, ഇന്നർ സൈഡിൽ വെക്കാം. സോക്സ് അവിടെ ഉണ്ട് അടുത്ത. ഇതാ കണ്ണൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതാ ഈ പാത്രങ്ങളൊക്കെ ഇന്നലെ വാങ്ങിക്കൊണ്ടാന്ന് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇതാ ഇതെല്ലാം ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. മൂന്ന് കൊണ്ടുപോകാനുള്ളതാണ്. ഡേറ്റ്സോ ഇതിലിടാനോ? ആ, കണ്ണൻ എല്ലാ തവണയും പോകുമ്പോൾ പപ്പ പറയും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കണം, കൊണ്ടുപോകണം എന്നൊക്കെ. പക്ഷേ എല്ലാ തവണയും നമുക്ക് മറന്നു പോകും. പക്ഷേ ഇവിടെ നമ്മൾ വാങ്ങിച്ച് വെച്ചത് അവന് കൊടുക്കണം എന്ന് എപ്പോഴും പറയും. പക്ഷെ എന്താണെന്നറിയില്ല, പോകാനാകുമ്പോൾ ഒരു തിരക്കായിരിക്കും. അതെല്ലാവർക്കും എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളെ വീട്ടിൽ പോയി എത്ര ദിവസം നിന്ന് കഴിഞ്ഞാലും വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ആ കൊള്ളു. ഇതാ ഡേറ്റ്സ്. കണ്ണൻ പറഞ്ഞത് ഇതിൽ ഇടാൻ പറ്റില്ലെന്ന്, ഞാൻ പറഞ്ഞു പറ്റുന്നു. നമ്മളിത് എത്ര കണ്ടതാലേ. ഇതാ വാൾനട്ട്. ഇതൊക്കെ ഇതാ ബ്ലൂബെറി. നമ്മൾ 3 ബോട്ടിലേ വാങ്ങിയിട്ടുള്ളൂ. ആ 3 എണ്ണത്തിലും ഒന്നിൽ കാഷ്യൂസും ആൽമണ്ടും കൂടെ ഇട്ടു, ഒന്നിൽ വാൾനട്ട് ഇട്ടു, ഒന്നിൽ ഡേറ്റ്സ് ഇട്ട്. അയ്യോ വാവാന്ന് താഴെ വീണ്. ഇത് നമ്മളിവിടെ ഉള്ള എന്തോന്ന് വാങ്ങിച്ച ഇതാണിത്. വലിയ ബോട്ടിലൊന്നും വേണ്ട, അവന് കൊണ്ടുപോകാനും ഇത് വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കൂലേ. അപ്പോൾ അതാ ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലോ. നമ്മൾ കഴിക്കുമ്പോൾ ആ മക്കളും കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണല്ലോ. ആ ഫിഗ് വേണ്ടേ? ഫിഗ് ഇതൊരു ചെറിയ ബോട്ടിൽ എടുക്കട്ടെ അല്ലേ. അവിടെ ചെറിയ മോനെ ഫിഗ് ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണ്ട, ഞങ്ങൾ വാങ്ങിക്കോളൂ. മോൻ കൊണ്ടുപോയിക്കാം. വേണ്ട, മോൻ കൊണ്ടുപോയിക്കോ. 2 എണ്ണം പപ്പ വന്നാൽ കഴിക്കാൻ കൂടും. മോൻ കൊണ്ടുപോയിക്കാം. നമ്മൾ വാങ്ങിക്കും. പപ്പ നെക്സ്റ്റ് ടൈം പോകുന്ന സമയത്ത് വാങ്ങിക്കാമല്ലോ. അപ്പോൾ കണ്ണന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയായി. കണ്ണാ വാ, ലൈറ്റ് ഇടും. വാ കണ്ണു കൂട്ട്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ.
ബർത്ത്ഡേ മൈ ഡിയർ. താങ്കു പറയണ്ടേ നീല ഷർട്ട് എടുത്തിട്ടോ. പൊടിഞ്ഞു കേട്ടോ. ബാക്കിൽ നിന്ന് അമ്മമ്മ കേക്ക് എന്ന് പറഞ്ഞു. ഞാനിവിടെ എത്തിയപ്പോ അമ്മ ഞാനൊക്കെ തന്നെ വിളിച്ചാ. ബർത്ത്ഡേ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പുതിയ ഷർട്ടൊക്കെ വാങ്ങി ബാഗിൽ വെച്ചു കൊടുത്തതാണ് ഗൈസ്. അത് അറിയിക്കോ, 2 ഷർട്ട് ഉണ്ട്, ഒരു ഗ്രീനും ഉണ്ട് ഒരു ബ്ലൂ ഉണ്ട്. ഓക്കെ Happy birthday to you. Happy birthday to you. Happy birthday dear Vanilla. Happy birthday to you. എന്റെ മോനെ ദീർഘായുസ്സും ആരോഗ്യവും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. സർവ്വവിധ വിദ്യകളും നൽകി അനുഗ്രഹിക്കട്ടെ. ഇല്ല, ഫോട്ടോ എടുത്തൊരു വീഡിയോ അങ്ങോട്ടാക്കണ്ട. ഞാനങ്ങനെ കുഞ്ഞെ കൊടുത്തോ? അമ്മ കൊടുത്തോ? എല്ലാരും കൊടുത്തു. എല്ലാരും സാധാരണ കട്ടിയിട്ടുണ്ടാവും. പുട്ടി വേണ്ട വേണ്ട. പയ്യെ പോകുന്നതിന് സന്തോഷാമി. അല്ല, പയ്യന്റെ ബർത്ത്ഡേ എൻ്റെ അമ്മോ പയ്യന്റെ പേര് പറഞ്ഞ പൊട്ടി. അച്ഛന് വയ്യാത്തതുകൊണ്ട് അച്ഛൻ വന്നില്ലായിരുന്നു കാണാൻ പോകുമ്പോൾ. സാധാരണ എല്ലാ തവണയും അച്ഛൻ വരുന്നത്. അപ്പം ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി കാർത്തികയിലേക്ക് പോയതാണ്. അപ്പോൾ കാർത്തികയിൽ പോകുമ്പോൾ ഞങ്ങൾ ചെറിയ പീസ് കേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അച്ഛനോട് പറഞ്ഞിട്ട് ഇത് അച്ഛന് കൊടുക്കാനും അച്ഛൻ തിരിച്ച് മോന് കൊടുക്കാനും ഒക്കെ. ഈ കാർത്തിക വീട്ടിലാണ് എൻ്റെ മക്കളൊക്കെ വളർന്നത്. ഞാൻ സുമംഗലിയായിട്ട് കയറി ചെന്നൊരു വീടാണ്. അപ്പോൾ ആ വീടിനോട് നമുക്ക് എപ്പോഴും ഒരു ആത്മബന്ധമായിരിക്കും. നമുക്കിനി എത്ര സൗകര്യമുള്ള വീടും എത്ര ഇതുള്ള വീടും ആണെങ്കിലും അങ്ങനെയുള്ള വീടിനോട് നമ്മൾ ജനിച്ച് വളർന്ന വീടിനോടുള്ള ഒരു ആത്മബന്ധം പോലെ ഞാൻ എന്നും മക്കളോട് അത് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ വളർന്ന വീടാണ്, അപ്പോൾ ആ വീടിനോട് എപ്പോഴും നിങ്ങൾക്കൊരു മമത വേണം എന്നൊക്കെ എപ്പോഴും കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ ചോദിച്ചത് ഇതെന്താ കേക്ക് ബർത്ത്ഡേ ആയില്ലല്ലോ. അപ്പോൾ ഞാൻ 10-ാം തീയതി മോനെ എന്തായാലും ഉണ്ടാവില്ലല്ലോ, മോൻ ഹോസ്റ്റലിലല്ലേ ഉണ്ടാവുക. അപ്പോൾ പിന്നെ പോകുന്ന സമയത്ത് ഞാൻ ചെറിയ കേക്ക് വാങ്ങി കട്ട് ചെയ്തതാണ്. അപ്പോൾ മോനിത് അച്ഛന് കൊടുക്കുന്നു. അപ്പം അച്ഛൻ ഓക്കെ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ് തലയാട്ടിയപ്പോൾ മോൻ പറഞ്ഞു അച്ഛൻ എൻ്റെ അല്ലേ ബർത്ത്ഡേ, എനിക്ക് തരുന്നില്ലേന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചിരി പാസ്സാക്കി അച്ഛനെതാ മോന് കൊടുക്കുന്നു. ചെറിയ പീസ് മതിയോ എന്നൊക്കെ ചോദിച്ച് കൊടുക്കുന്നുണ്ട്. അച്ഛൻ പറയേണ്ട വേഗം ഇറങ്ങി. അച്ഛൻ എവിടെ പോകുമ്പോഴും ചാമേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഭയങ്കര പങ്ക്ച്വാലിറ്റി. എവിടെ പോകുമ്പോഴും നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പോയി. ഇതപ്പം നമ്മൾ കോഴിക്കോട് ബീച്ചിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എത്ര സന്തോഷമുണ്ടെങ്കിലും മനസ്സിൽ മക്കൾ പോകുമ്പോൾ എവിടെ നിന്നൊക്കെയാ സങ്കടം വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നെപ്പോലെ ഹോസ്റ്റലിൽ മക്കൾ നിൽക്കുന്ന അമ്മമാർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് അറിയില്ല, മക്കൾ പോകുന്ന സമയത്ത്
നമ്മൾ ചെറുതാകുമ്പോൾ അമ്മമാരെ നമ്മളെ വെച്ച് വേറെ എവിടെയെങ്കിലും പോകുമ്പോഴുള്ള സങ്കടമല്ലോ, സത്യത്തിൽ അതിനേക്കാളും വലിയ സങ്കടമാണ് മക്കൾ, ചെറിയ മക്കളല്ലേ നമ്മളെ വിട്ട് അവർ ദൂര സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലാണ് മക്കൾ പോകുന്ന സമയത്ത്. പിന്നെ അത് 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ അവരെ വിളിച്ച് ഒക്കെ ശരിയായി അങ്ങനെ വരണം. ഓരോ തവണയും അങ്ങനെ തന്നെ മക്കൾ വരുന്ന സമയത്ത് വലിയ സന്തോഷമാണ്. പക്ഷേ മക്കൾ 2-3 ദിവസം നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യാൻ, നമ്മളെ മോൻ മാത്രമല്ലല്ലോ, ഇപ്പോൾ എല്ലാ മക്കളും അങ്ങനെ തന്നെയല്ലേ. ദൂര സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ മക്കൾ ജോലിയും പഠിത്തവും ഒക്കെ അങ്ങനെ ആയില്ലേ. നമ്മൾ ആ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ എന്തായാലും അമ്മമാർക്ക് ഒരു വിഷമം, അച്ഛന്മാർക്ക് വിഷമം ഇല്ല എന്നല്ല. ശ്യാമേട്ടൻ എൻ്റെ അടുത്ത് പറയും, ഇപ്പോൾ മോനെ ട്രെയിൻ കയറ്റി വരുന്ന സമയത്ത് അമ്മ ഇപ്പോൾ കരയും ഇങ്ങനെ മക്കളോട് പറയും. അപ്പോൾ എല്ലാത്തിനും ഒരൊറ്റ ഉത്തരേ ശ്യാമേട്ടൻ പറയൂ, കാര്യം മോൻ പഠിക്കാനല്ലേ പോയത് എന്ന്. ആ ഒരൊറ്റ ഉത്തരത്തിൽ എല്ലാ ആശ്വാസവും നമ്മൾ കാണണം എന്നാണ് പറയുക. അച്ഛനിതാ മോനെ അനുഗ്രഹിച്ചത് ആ ട്രെയിന് വന്ന് നിന്ന് അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ മോൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ദീപാവലിക്ക് 2 ദിവസത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ അമ്മ ഇനി ദീപാവലിക്ക് ട്രെയിൻ ടിക്കറ്റും ഇല്ല, മാത്രമല്ല വന്ന പിറ്റേ ദിവസം തന്നെ പോകേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് എനിക്ക് ഉമ്മ വെച്ചിട്ട് മതിയാവുന്നില്ല മോനെ. അപ്പോൾ ദീപാവലിക്ക് ചിലപ്പോഴേ വരുള്ളൂ, അമ്മ പഠിക്കാനുണ്ട്, സെമസ്റ്റർ എക്സാം ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുണ്ട് ട്രെയിൻ കയറാൻ നിൽക്കുന്നുണ്ട്. മോനെപ്പോലെ കുറേ കുട്ടികളുണ്ട്, കുറേ പേര് യാത്രയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ മക്കളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എല്ലാ മക്കളും ഒക്കെ ഉണ്ടല്ലോ, എല്ലാ മക്കളും ഇങ്ങനെ പോവുമല്ലേ. അപ്പോൾ എല്ലാ അമ്മമാർക്കും അങ്ങനെ ഒരു വിഷമം ഉണ്ടാവില്ല. എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാ അമ്മമാരെ മുഖവും നോക്കുന്നുണ്ട്, അവർക്കൊന്നും വിഷമം ഇല്ലയെന്ന് തോന്നുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ എന്നെപ്പോലെ തന്നെയായിരിക്കും ഉള്ളിൽ വിഷമം ഉണ്ടാവും, എന്നിട്ട് പുറമേ ചിരിക്കുന്നതായിരിക്കാം. ചിലരങ്ങനെ ആയിരിക്കാം, പിന്നെ ചിലർക്ക് അത് ശീലമായി ഉണ്ടാവും. നമുക്ക് ആദ്യം തന്നെ മക്കൾ പോകുന്ന സമയത്ത് ഒരു വല്ലാത്തതാണ്. പിന്നെ നമ്മളതങ്ങനെ അതുമായിട്ട് നമ്മൾ ശരിയായി വരണം. മോന് ദസാറമിലേക്ക് ചെന്നൈയിലേക്ക് ഇപ്പോൾ രാത്രി 8:30 കയറിക്കഴിഞ്ഞാൽ രാവിലെ 8:30 അവിടെ എത്തിക്കഴിഞ്ഞാൽ ക്ലാസ് മിസ്സാകാതെ കയറാം. 9:30-10 മണിക്കാണ് ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സിന് അങ്ങ് കയറാം. അപ്പോൾ ഇതങ്ങനെ പോവുകയാണ്. അന്ന് എടുത്ത വീഡിയോ ആണ്, പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാൻ കുറേ ദിവസം ലേറ്റായി പോയതാണ്. ഓരോ ദിവസവും ഓരോ തിരക്കും കാര്യമായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഓരോ ദിവസവും മോനിങ്ങനെ, ചെറിയ മോനാണ്, ഇപ്പോൾ കണ്ണനില്ലാത്തതുകൊണ്ട് റാമാണ്. ഇപ്പോൾ എനിക്കതൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ എഡിറ്റിങ്ങിനൊന്നും ഞാൻ നിൽക്കാറില്ല. ഞാൻ ഈ ഡയലോഗ്, കുക്കിങ് അതിന് മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ. ഇതിനൊന്നും ഞാൻ നിൽക്കാറില്ല. മക്കൾ പറയും എല്ലാത്തിനും അമ്മയ്ക്ക് ഞങ്ങൾ ചെയ്തു തരുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇതൊന്നും അറിയാൻ പറ്റാത്തത്. അമ്മ ഒറ്റയ്ക്ക് ആണെങ്കിൽ അമ്മ ഇത് ചെയ്തു തരുന്നത്. അപ്പോൾ അപ്പ ഇത് ഉമ്മയൊക്കെ കൊടുത്ത് വിടുകയാണ് മോനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരികയാണ്. അപ്പം ആർക്കൊക്കെയോ നമ്മളെ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ സംസാരവും നമ്മുടെ ഫാമിലി നമ്മുടെ കുക്കിങ്ങും എന്തൊക്കെയൊക്കെയോ ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. വളരെ വളരെ സന്തോഷം. ഇനിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളോടൊപ്പം കൂടണം. അപ്പോൾ ഒരുപാട് സന്തോഷം. കണ്ണനും അതിലെ എല്ലാ യാത്രക്കാരും ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും ശുഭരാത്രി. ഇനി അടുത്ത വീഡിയോയിൽ വളരെ സന്തോഷമായിട്ട് കാണാം.